ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ആനന്ദഗോപൻ. മകരവിളക്ക് ദർശനത്തിന് പരമാവധി സൗകര്യമൊരുക്കും. അടുത്ത തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തുടങ്ങുമെന്നും കെ ആനന്ദഗോപൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. നിലവിൽ ശബരിമല സന്നിധാനത്തെയും അതുപോലെ പാണ്ഡിത്താവളത്തിലെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യാത്ര. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ? മകരവിളക്ക് മഹോത്സവത്തിനും ധാരാളം ഭക്തജനങ്ങൾ ഈ മകരജ്യോതി ദർശനത്തിനും അതുപോലെ തന്നെ മകരസംക്രാന്തി പൂജ ദർശിക്കുന്നതിനുമെല്ലാമായി എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പരിശ്രമത്തിലാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രധാന വ്യൂ പോയിൻ്റാണ് പാണ്ഡിത്താവളം. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ ഏതാണ്ട് ഒരു 50,000-ഓളം വരുന്ന തീർത്ഥാടകർക്ക് മകരജ്യോതി കാണാനുള്ള സൗകര്യം ഇവിടെ പല സ്ഥലത്തായിട്ട് ഒരുക്കാൻ കഴിയും. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ബന്ധപ്പെട്ട എഞ്ചിനീയർമാരും എല്ലാമായിട്ട് ഇവിടെ സന്ദർശിച്ചത്. ഈ അന്നദാന മണ്ഡപം അല്ലാതെ മറ്റെവിടെയെങ്കിലും ഭക്ഷണം ക്രമീകരിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അന്നദാന മണ്ഡപത്തിലല്ലാതെ പിന്നെ ഉള്ളത് മെസ്സുമായി ബന്ധപ്പെട്ട് മെസ്സിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള മെസ്സ് സൗകര്യം മാത്രമാണ്. അന്നദാന മണ്ഡപത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ ഒരേ സമയം 2,500 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അന്നദാന മണ്ഡപത്തിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ മകരവിളക്ക് കഴിഞ്ഞിറങ്ങുന്ന തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന യാത്രാ പ്രശ്നമാണ്. പ്രധാനമായിട്ടും പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കുള്ള യാത്ര. ആ കാര്യത്തിൽ KSRTC ആയിട്ട് എന്തെങ്കിലും ചർച്ച വല്ലതും നടത്തി? KSRTC അഡീഷണലായിട്ടുള്ള ബസ് സൗകര്യം ഒരുക്കും എന്നവർ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിലയ്ക്കൽ എത്തിച്ചേരാൻ കഴിയത്തക്ക തരത്തിൽ കൂടുതൽ ബസ് സൗകര്യം ഏർപ്പെടുത്തുന്നവർ ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മകരവിളക്ക് കാണാൻ കഴിയുന്ന മറ്റ് സ്ഥലങ്ങളുണ്ട്, പുല്ലുമേട്, പാഞ്ചാലിമേട്, അവിടെയൊക്കെ ഒരു വിലയിരുത്തൽ എങ്ങനെ? പുല്ലുമേടുമായി ബന്ധപ്പെട്ട് അവിടെ ഇടുക്കി കളക്ടറും അതുപോലെ SP ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റുകാരുടെ ഒരു അനുമതിയാണ് അവിടെ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഫോറസ്റ്റും ഈ പറഞ്ഞ രീതിയിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള യോഗം നടത്തി അവിടെ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പമ്പയിലെ ഹിൽ ടോപ്പാണ്. ഹിൽ ടോപ്പിൽ ഇപ്പോൾ ബാരിക്കേഡുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മുൻകാലത്ത് നമുക്ക് കഴിഞ്ഞ വർഷം ദർശനത്തിലുള്ള സൗകര്യം ഉണ്ടായി. അതിന് മുമ്പ് 2-3 വർഷമായിട്ട് ഇവിടെ ദർശനത്തിലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം. അപ്പോൾ ഇപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ക്രമീകരണങ്ങൾ നടത്തി. ഇപ്പോൾ കൂടുതൽ ഭക്തന്മാർക്ക് അത് ദർശിക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ബാരിക്കേഡുകളും മറ്റു സംവിധാനങ്ങളും എല്ലാം ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത തീർത്ഥാടന കാലത്തിനുള്ള മുന്നൊരുക്കങ്ങൾ എന്നേക്ക് തുടങ്ങാൻ കഴിയും? അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുൻകൂട്ടി തുടങ്ങിയാലും നമുക്ക് മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ആരംഭിക്കാം. എന്നാൽ ഈ കുത്തകകൾ കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളൊന്നും അവസാന ഘട്ടം വരെ കുത്തകക്കാർ അതുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ നേരത്തെ തുടങ്ങിയാലും അവസാന ഘട്ടം വരുമ്പോൾ മാത്രമേ ആ നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ നമുക്ക് എന്തെങ്കിലും കേന്ദ്ര ഫണ്ട് കിട്ടാറുണ്ടോ? അതങ്ങനെ ലാപ്സായി പോകുന്നു അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു സഹമന്ത്രി ഉൾപ്പെടെയുള്ളവരൊന്ന് പറയുകയും ചെയ്തു. അതെങ്ങനെയാണ് ആ സംഭവം? അതെ, നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ട് നമുക്ക് ലഭിച്ചിരുന്നു. അത് വളരെ ന്യായമായ കാരണങ്ങളുണ്ട്. അതായത് 18-ലെ പ്രളയം, 19-ൽ അതിനൊപ്പം എത്തുന്ന പ്രളയം, 20-ലെ 21-ലെയും കോവിഡ്, ഈ കാലഘട്ടമായിരുന്നതുകൊണ്ട് നമുക്ക് ആ പണം മുഴുവൻ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഫണ്ടിൻ്റെ കാലാവധി നീട്ടിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അത് അനുവദിച്ച് കിട്ടാനുള്ള ഇടപെടൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷമുള്ള റെക്കോർഡ് തീർത്ഥാടകർ തിരക്കായിരുന്നു. അപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും റെക്കോർഡ് കളക്ഷൻ തന്നെ കിട്ടും. മകരവിളക്കിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും വിവിധ സ്ഥലങ്ങളിൽ പൂർത്തിയായി എന്നാണ് ദേവസ്വം പ്രസിഡന്റ് കെ ആനന്ദഗോപൻ പറയുന്നത്. മാത്രവുമല്ല, വലിയ തീർത്ഥാടക തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അത്തരം തിരക്ക് തന്നെയാണ് മകരവിളക്കിനും പ്രതീക്ഷിക്കുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നും സബിനും അനന്തുവിനുമൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.